കാണുന്ന ഓട്ടത്തിൽ ആരിഫേ ജയിക്കത്തുള്ളൂ. ജയിക്കലായാലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചാൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം, അത്ര നമുക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ പോയ 5 വർഷം നമുക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ആരിഫ് ജയിക്കണമെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ 20 എംപിമാരിൽ ഈ 19 എംപിമാരും അവിടെ പോയിട്ട് വെറുതെ ഇറങ്ങി പോകുന്നല്ലാതെ നമുക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പാട് എതിർത്ത് വോട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി ആരിഫ് മാത്രമാണ്. പിന്നെ ഈ കേസ് ഇവിടെ വികസനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വികസനം ചെയ്തത് നമുക്കറിയാൻ പാടില്ല. ഈ ആലപ്പുഴയിൽ കുറേ തോട് വികസനം എന്ന് പറഞ്ഞാൽ കുറേ കാശ് ഇവിടെ ഇറക്കുമതി ചെയ്ത് ചിലവാക്കിയെന്നല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ഉപ്പുവെള്ളം കയറുന്ന വകുപ്പിൽ ഇത് ഇങ്ങനെ ചോറ് ചെയ്യുന്നുണ്ടത്, ഇത് ഇങ്ങനെ തിന്ന വകുപ്പാണ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ കാണുന്ന ഓട്ടത്തിൽ ആരിഫേ ജയിക്കത്തുള്ളൂ. ആരിഫ് ജയിക്കണം. ആലപ്പുഴ മണ്ഡലത്തിൽ KC വേണുഗോപാലിനെ കൊണ്ടുവന്നത് വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. KC വേണുഗോപാലിന് അങ്ങനെ ഒരു വിജയസാധ്യത ഉണ്ടെങ്കിൽ KC വേണുഗോപാൽ തന്നെ നല്ലൊരു കാൻഡിഡേറ്റിനെ ഇവിടെ നോമിനേറ്റ് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അയാളെ വിജയിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു MP സീറ്റ് അവർക്ക് കിട്ടും, രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റും കിട്ടും. ഇവിടെ ഈ MP സീറ്റ് കിട്ടണോ, രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് KC നിന്നാൽ മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഒട്ടുന്നില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ജയിക്കലായാലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചാൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം, അത്ര നമുക്ക് ആഗ്രഹമാണ്. അത് നല്ല മനുഷ്യനാണ്, തമാശ പറയില്ല. നമ്മളോടൊക്കെ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന മനുഷ്യനാണ്. നമുക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് എന്ത് ഉപകാരം ചെയ്യണമെങ്കിൽ പുള്ളിയോടൊരു കാര്യം പറഞ്ഞത്, ഇന്ന ഒരു കാര്യമുണ്ട്, പുള്ളി അതേപോലെ വന്ന് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ്.